ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരമ രവ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കും നേരം എങ്ങനെയെന്നറിഞ്ഞിലഗസ്ത്യൻ തഥാ. രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാനാകാശദേശാൽ പ്രഭാകര സന്നിഭൻ. വന്ദിച്ചു നിന്നു രഘുകുലനാഥനാനന്ദമിയെന്നരുൾ ചെയ്താനഗസ്ത്യനും. അഭ്യുദയം നിനക്കാശു വരുത്തുവാനിപ്പോഴിവിടേക്കു വന്നിരു ഞാനടോ. താപത്രയവും വിഷാദവും തീർന്നു പോമാപത്തു മറ്റുള്ളവയുമകന്നു പോം. ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കുമായുസ്സു സൽകീർത്തിവർദ്ധനം. നിത്യമാദിത്യഹൃദയമാം മന്ത്രമിതുത്തമമെത്രയും ഭക്ത്യാ ജപിക്കടോ. ദേവാസുരോരഗചാരണ കിന്നര താപസ ഗുഹ്യക യക്ഷരക്ഷോ ഭൂത. കിം പുരുഷാപ്സരോ മാനുഷാദ്യന്മാരും സംപ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും. ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും. രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതുമവൻ കൽപ്പകാലാന്തരേ. ബ്രഹ്മനും വിഷ്ണുവും ശ്രീമഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും. ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും. യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ധിക്കരി വൃന്ദവും. വാരണവക്ത്രനും ആര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും. അശ്വിനി പുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധരും. നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരുമുരഗ സമൂഹവും. വാരമാസർത്തു സംവത്സര കൽപ്പാദി കാരകനായതും സൂര്യനിവൻ തന്നെ. വേദാന്തവേദ്യനാം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞസേവിതൻ. പൂഷവിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ ദ്വഷ്ടാദിനകരൻ. ഭാസ്കരൻ നിത്യനഹസ്കരനീശ്വരൻ സാക്ഷി സവിതാ സമസ്തലോകേക്ഷണൻ. ഭാസ്വാൻ വിവസ്വാൻ നഭസ്വാൻ ഗഭസ്തിമാൻ ശാശ്വതൻ ശംഭൂ ശരണ്യൻ ശരണദൻ. ലോകശിശിരാരി ഘോരതിമിരാരി ലോകാപഹാരി ലോകാലോക വിഗ്രഹൻ. ഭാനുഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ. സപ്താശ്വനർജുനാശ്വൻ സകലേശ്വരൻ സുപ്തജനാവബോധപ്രദൻ മംഗലൻ.
ആദിത്യൻ അർക്കൻ അരുണൻ അനന്തകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡനം ശുമാനുഷ്ണകിരണൻ മിഹിരൻ വിരോചനൻ പ്രദ്യോതനൻ പരൻ ഖദ്യോദനാദ്യോതൻ അദ്വയൻ വിദ്യാവിനോദൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭൂ വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്താനാം ഗതിപ്രദൻ ചണ്ഡകിരണൻ തരണിദിനമണി പുണ്ടരീക പ്രബോധപ്രദനറിയമാ ദ്വാദശാത്മാ പരമാത്മാ പരാപരനാദിതേയൻ ജഗദാദിഭൂതൻ ശിവൻ ഖേദവിനാശനൻ കേവലാത്മാ വിന്ദുനാദാത്മകൻ നാരദാദിനിഷേവിതൻ ജ്ഞാനസ്വരൂപന ജ്ഞാനവിനാശനൻ ധ്യാനിച്ചു പുൽകനീ നിത്യമിദ്ദേവനെ സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക. ആദിത്യഹൃദയം. സന്താപനാശകരായ നമോ നമഃ. അന്ധകാരാന്തകരായ നമോ നമഃ. ചിന്താമണേ ചിദാനന്ദായ തേ നമഃ. നീഹാരനാശകരായ നമോ നമഃ. മോഹവിനാശകരായ നമോ നമഃ. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമഃ. സ്ഥാവരജംഗമാചാര്യായ തേ നമോ. ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമഃ. സത്വപ്രധാനായ തത്വായ തേ നമഃ. സത്യസ്വരൂപായ നിത്യം നമോ നമഃ. യുദ്ധമാദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. ചിത്തം തെളിഞ്ഞഗസ്ത്യോക്തി കേട്ടെത്രയും ഭക്തി വർദ്ധിച്ചു കാകുസ്ഥനും കൂപ്പിനാൻ. പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാധരോപാന്തേ മരുവിനാൻ. അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കും നേരം രാമരാവണ യുദ്ധം നാരദാദി മഹർഷിമാരും ദേവന്മാരുമൊക്കെ ആകാശദേശത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് എങ്ങനെയെന്നറിഞ്ഞില്ല അഗസ്ത്യൻ എങ്ങനെ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് ആരും കണ്ടില്ല. തഥാ രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാൻ ആകാശദേശാത്. ആകാശദേശത്ത് നിന്ന് അവിടെ പ്രത്യക്ഷമായി പ്രഭാകര സന്നിഭൻ സൂര്യതുല്യം പ്രകാശത്തോടുകൂടെ വന്ദിച്ചു നിന്നു രഘുകുലനാഥൻ ആനന്ദമിയെന്ന്. ശ്രീരാമചന്ദ്രൻ അത്രയും ആനന്ദത്തോടുകൂടെ അഗസ്ത്യ മഹർഷിയെ വന്ദിച്ചു. അരുൾ ചെയ്താൻ അഗസ്ത്യനും. അപ്പോൾ അഗസ്ത്യ മഹർഷി ഇപ്രകാരം പറഞ്ഞു: അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോഴിവിടേക്ക് വന്നിതു ഞാനെടോ. നേരത്തെ നാരദ മഹർഷി പറഞ്ഞിരുന്നു, എന്തോ ഒരു ഇളപ്പം ശ്രീരാമചന്ദ്രന് കാണുന്നു. എന്തുകൊണ്ടോ യുദ്ധത്തിനൊരു പോര് മുറുകാത്തത് പോലെ, ശ്രീരാമചന്ദ്രന്റെ ആ ഒരു ഊർജ്ജസ്വലത കിട്ടാത്തത് പോലെയുണ്ട് എന്നൊക്കെ അവിടെ ഒരു ചർച്ച നടന്നിരുന്നു. അങ്ങനെയാണ് ഇന്ദ്രൻ തേര് അയച്ചു കൊടുത്തത്. അതുകൂടാതെ ഒരു ഉപദേശം, ഒരു മന്ത്രോപദേശം ചെയ്യാനാണ് അഗസ്ത്യ മഹർഷി ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ശ്രീരാമചന്ദ്രന് മന്ത്രോപദേശം ചെയ്യുന്നതിലൂടെ വരാനിരിക്കുന്ന ലോകത്തോട് നമ്മുടെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ആ മന്ത്രോപദേശമാണ് നമുക്കെല്ലാവർക്കുമായിട്ട് തരുന്നത്.
താപത്രയവും വിഷാദവും തീർന്നു പോവും. താപത്രയം എന്നാൽ ആധ്യാത്മിക ദുഃഖം, ആധിദൈവിക ദുഃഖം, ആധി ഭൗതിക ദുഃഖം. ഇങ്ങനെ 3 തരത്തിൽ വരാവുന്ന ദുഃഖവും വിഷാദവും, അതിനെ തുടർന്നുണ്ടാകുന്ന ദുഃഖവും വിഷാദം, ഇതൊക്കെ തീർന്നു പോവും. ആപത്ത് മറ്റുള്ളവയും അകന്നു പോവും. ഏത് തരത്തിലുള്ള ആപത്തും അകറ്റുന്നതാണ് ഈ ഒരു മന്ത്രം. ശത്രുനാശം വരും. പ്രത്യേകമായിട്ട് ഈ മന്ത്രത്തിന്റെ ഒരു ഫലമായിട്ട് പറയുന്നത് ശത്രുനാശമാണ്. ഇത് നമ്മുടെ ഉള്ളിലെ ആന്തരികമായ ശത്രുക്കളായിട്ടുള്ള കാമം, മതം, മാത്സര്യം ഇതൊക്കെ എടുക്കാം. ഇനി ബാഹ്യമായ ശത്രുക്കൾ, ഇങ്ങനെ 2 രീതിയിലുള്ള ശത്രുക്കൾക്കും നാശം വരുത്തുന്നതാണ് രോഗവിനാശനം. ഏത് തരത്തിലുള്ള രോഗത്തിൽ നിന്നും നമുക്ക് മുക്തിയെ തരുന്നതാണ്. വർദ്ധിക്കും ആയുസ് വർദ്ധിക്കും. സത്കീർത്തിവർദ്ധനം. നിത്യം ആദിത്യഹൃദയമാം, സൂര്യന്റെ ഹൃദയം തന്നെയാണിത്. അങ്ങനെ ആദിത്യഹൃദയമായിട്ടുള്ള മന്ത്രം ഇത് ഉത്തമം. എത്രയും ഭക്തിയാ ജപിക്കടോ. ദേവ അസുര ഉരക ചാരണ കിന്നര താപസ ഗുഹ്യക യക്ഷ രക്ഷോഭൂത, ഇങ്ങനെ ഏതൊക്കെ വർഗങ്ങൾ ഈ ലോകത്തിലുണ്ടോ, കിം പുരുഷ അപ്സര മാനുഷാദ്യന്മാരും സംപ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും. സൂര്യനാണ് പ്രത്യക്ഷത്തിലുള്ള ആ പരമാത്മാവിന്റെ ചൈതന്യം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഈശ്വരൻ പരമാത്മാവ് ചൈതന്യ സ്വരൂപത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആ ചൈതന്യം പ്രത്യക്ഷത്തിലുള്ളത് സൂര്യനിലൂടെയാണ്. സൂര്യഭഗവാനാണ് ആ ചൈതന്യം. അങ്ങനെ ഈ ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും ഗണങ്ങളും, എല്ലാ തരത്തിലുള്ള ദേവന്മാരും മനുഷ്യന്മാരും അപ്സരസുകളും, എന്തിന് യക്ഷ രക്ഷസുകളും എല്ലാവരും ജപിക്കുന്നത്, ഭജിക്കുന്നത് ഈ സൂര്യനെയാണ്. ദേവകളാകുന്നത് ആദിത്യനാകിയ ദേവനത്രേ. എല്ലാ ദേവന്മാരെയും കൂട്ടിയാൽ ഒരേ ഒരു സൂര്യന് തുല്യമാണ്. 14 ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരെ. തന്റെ സൂര്യരശ്മികളെ കൊണ്ട് ഈ 14 ലോകത്തെയും രക്ഷിക്കുന്നതും ആ സൂര്യഭഗവാനാണ്. അതുപോലെ കൽപ്പാന്തകാലത്ത് എല്ലാറ്റിനെയും തന്നിലേക്കെടുത്ത് സംഹരിക്കുന്നതും ആ സൂര്യഭഗവാനാണ്. ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും സുബ്രഹ്മണ്യനും പ്രജാപതി വൃന്ദവും, ദക്ഷപ്രജാപതി മുതൽ അങ്ങോട്ട് എല്ലാ പ്രജാപതിമാരും, ശക്രനും ഇന്ദ്രനും വൈശ്വാനരനും അഗ്നിയും കൃതാന്തനും യമനും രക്ഷോവരനും, രക്ഷോവരൻ രാക്ഷസന്മാരിൽ ശ്രേഷ്ഠരായിട്ടുള്ളവർ, വരുണനും വായുവും യക്ഷന്മാരുടെ അധിപൻ കുബേരനും, ഇനി ഈശാനനും പരമശിവനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്കരിവൃന്ദവും. ദിക്ക് കരി വൃന്ദം, കരി എന്നാൽ ആന. എല്ലാ ദിക്കുകളെയും സംരക്ഷിക്കുന്നത് ഗജങ്ങളാണെന്നൊരു സങ്കല്പമുണ്ട്. ദിഗ്ഗജങ്ങൾ, ഐരാവതം തുടങ്ങിയ 8 ഗജങ്ങളാണ് ഈ അഷ്ടദിക്കുകളെയും പാലിക്കുന്നത് എന്ന് പറയാറുണ്ട്. ആ ദിഗ്ഗജങ്ങളും വാരണവക്ത്രനും, ആനയുടെ മുഖമുള്ള ഗണപതിയും, ആര്യനും സൂര്യനും മാരനും കാമദേവനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനീപുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാ പിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും ഉരക സമൂഹവും. ദാനവന്മാർ അസുരന്മാരുടെ ഒരു ഗണം. വാര മാസ ഋതു സംവത്സര കൽപ്പാതി. ഇവിടെ കാലത്തിനെ കണക്കാക്കുന്നത് ഈ രീതിയിലാണ്. വാരം, ആഴ്ച, മാസം, ഋതുക്കൾ, പിന്നെ സംവത്സരം, കൽപ്പം. ഇങ്ങനെയാണ് നമ്മൾ കാലത്തെ കണക്ക് കൂട്ടുന്നത്. ഇതൊക്കെ കാരകനായതും ഇതിനൊക്കെ ഉണ്ടാക്കുന്നത് കാരണം സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതാണ് ഒരു ദിവസത്തിന്റെ കണക്ക്. ഇങ്ങനെ ദിവസത്തെയും മാസത്തെയും ഒക്കെ ഉണ്ടാക്കുന്നതും സൂര്യൻ ഇവൻ തന്നെ. വേദാന്ത വേദ്യനാം വേദാത്മകൻ ഇവൻ. ഇവിടെ സൂര്യനെ പരമാത്മാവിന്റെ പ്രത്യക്ഷ സ്വരൂപമായിട്ട് കാണുന്നത് കൊണ്ടാണ് പറയുന്നത്. ആ ഉപനിഷത്ത് സത്യങ്ങളെ, വേദാന്തം എന്നാൽ ഉപനിഷത്ത്,
ഉപനിഷത്തുക്കളെ കൊണ്ട് വേദ്യനാകുന്നവൻ, അറിയപ്പെടുന്നവൻ. വേദാത്മകൻ ഇവൻ വേദം തന്നെയാണ്. വേദാർത്ഥ വിഗ്രഹൻ, വേദങ്ങളുടെ അർത്ഥം ഒരു രൂപം സ്വീകരിച്ചവനാണവൻ. വേദജ്ഞ സേവിതൻ, വേദത്തെ നല്ലവണ്ണം അറിയുന്നവരാൽ സേവിക്കപ്പെടുന്നവൻ. ഇനി അങ്ങോട്ട് സൂര്യന്റെ പര്യായ പദങ്ങളും സൂര്യന്റെ ധർമ്മങ്ങളും പറയുകയാണ്. അതിൽ പ്രത്യേകിച്ച് അർത്ഥം പറയാനില്ലാത്തത് വിടുകയാണ്, കാരണം അതൊക്കെ സൂര്യന്റെ പര്യായ പദങ്ങളായിട്ട് എടുത്താൽ മതി. പൂഷ, വിഭാകരൻ, മിത്രൻ, പ്രഭാകരൻ, ദോഷാകരാത്മകൻ, എല്ലാ തരത്തിലുള്ള ദോഷങ്ങളെയും ഇല്ലാതാക്കുന്ന രീതിയിൽ പ്രകാശിക്കുന്നവൻ. ത്വഷ്ട, ദിനകരൻ, ഭാസ്കരൻ, നിത്യൻ, അഹസ്കരൻ. അഹം എന്നാൽ ദിവസം, ദിവസത്തിനെ ഉണ്ടാക്കുന്നവൻ. അഹസ്കരൻ, ഈശ്വരൻ, സാക്ഷി, എല്ലാറ്റിനും സാക്ഷിയാണ്. സവിത, സമസ്ത ലോക ഈക്ഷണൻ, എല്ലാ ലോകത്തെയും കാണുന്നവനാണ്. സൂര്യന്റെ പ്രഭ കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ കാണുന്നത്. ഭാസ്വാൻ, പ്രഭ ചൊരിയുന്നവൻ. വിവസ്വാൻ, നഭസ്വാൻ, ഗഭസ്തിമാൻ, ശാശ്വതൻ, ശംഭു, ശരണ്യൻ, ശരണം പ്രാപിക്കാൻ യോഗ്യനായിട്ടുള്ളവൻ. ശരണതൻ, ശരണം കൊടുക്കുന്നവൻ. ലോക ശിശിര അരി, ലോകത്തിന്റെ തണുപ്പിനെ അകറ്റുന്നവൻ, അതിന്റെ ശത്രു, ശിശിരത്തിന്റെ ശത്രു, അപ്പോ തണുപ്പിനെ അകറ്റുന്നവൻ. ഘോര തിമിര അരി, ഘോരമായ അന്ധകാരത്തെ, അന്ധകാരം അജ്ഞാനത്തിന്റെ പ്രതീകമാണ്, അപ്പോൾ അജ്ഞാനത്തെ നീക്കുന്നവൻ. ലോക അപഹാരി, ഈ ലോകത്തെ ഇരുട്ടിലേക്ക് നയിക്കുമ്പോൾ ലോകം ഇല്ലാതാകുന്നു, അങ്ങനെ ലോകത്തെ ഇല്ലാതാക്കുന്നവനും. ലോകാലോക വിഗ്രഹൻ, ഈ ലോകവും ലോകമല്ലാത്തതും ഒക്കെ ആയിട്ടുള്ളവൻ, അതാണ് വിഗ്രഹൻ എന്നാൽ ആ രൂപത്തിലുള്ളവൻ. ഭാനു, ഹിരണ്യഗർഭൻ, ഹിരണ്യേന്ദ്രിയൻ, ദാനപ്രിയൻ, സഹസ്ര അംശു, 1000 കിരണങ്ങളുള്ളവൻ. സനാതനൻ, സപ്ത അശ്വൻ, 7 കുതിരകളെ പൂട്ടിയവൻ. അർജുന അശ്വൻ, അർജുനം എന്നതിന് വെളുത്ത കുതിരകളോടുകൂടിയവൻ. സകലേശ്വരൻ, സുപ്തജന അവബോധപ്രദൻ. സുപ്തജനം എന്നാൽ ഉറങ്ങുന്നവർ, അതായത് അജ്ഞാനമാകുന്ന ഇരുട്ടിൽപ്പെട്ട് ആ മായയാകുന്ന ഇരുട്ടിൽ അങ്ങനെ ഉറങ്ങുന്നവർ, അജ്ഞാനികൾ, അവർക്ക് അവബോധത്തെ കൊടുക്കുന്നവൻ. സകലേശ്വരൻ, ആദിത്യൻ, അർക്കൻ, അരുണൻ, അനന്തകൻ, ജ്യോതിർമയൻ, തപനൻ, സവിത, രവി, വിഷ്ണു, വികർത്തനൻ, മാർത്താണ്ഡൻ, അംശുമാൻ, ഉഷ്ണകിരണൻ, ചൂട് കിരണമുള്ളവൻ. മിഹിരൻ, വിരോചനൻ, പ്രദ്യോതനൻ, പരൻ, ഖദ്യോതൻ. ഖം എന്നാൽ ആകാശം, ആകാശത്തിൽ ചരിക്കുന്നവൻ. ഖദ്യോതൻ, അദ്യോതൻ. അദ്യോതൻ എന്ന് വെച്ചാൽ അലസതയില്ലാത്തവൻ, എപ്പോഴും തന്റെ കർമ്മം വളരെ കൃത്യമായി ചെയ്യുന്നവൻ. അദ്വയൻ, രണ്ടില്ലാത്തവൻ. വിദ്യാവിനോദൻ. വിഭാവസു, വിശ്വ സൃഷ്ടി സ്ഥിതി സംഹാരകാരണൻ, ഈ വിശ്വം സൃഷ്ടിക്കുന്നതും സ്ഥിതി പരിപാലനം ചെയ്യുന്നതും സംഹരിക്കുന്നതിനുമൊക്കെ കാരണമായിരിക്കുന്നവൻ. വിശ്വവന്ദ്യൻ, മഹാവിശ്വരൂപൻ. വിഭു, വിശ്വവിഭാവനൻ, ഈ വിശ്വത്തെ വിഭാവനം ചെയ്യുന്നവൻ. വിശ്വൈക നായകൻ. വിശ്വാസഭക്തിയുക്താനാം ഗതിപ്രദൻ, വിശ്വാസത്തോടുകൂടെ ഭക്തിയോടുകൂടെ ഇരിക്കുന്നവരുടെ ഗതിയായിരിക്കുന്നവൻ. ചണ്ഡകിരണൻ, പ്രചണ്ഡമായിട്ടുള്ള അതിതീക്ഷ്ണമായ കിരണത്തോടുകൂടിയവൻ. തരണി, ദിനമണി. പുണ്ടരീക പ്രബോധപ്രദൻ, പുണ്ടരീകം താമര, താമരയെ ഉണർത്തുന്നത് സൂര്യനാണ്. അര്യമ, ദ്വാദശ ആത്മ, 12 സൂര്യന്മാരുണ്ടെന്നാണ്, 12 ആദിത്യന്മാർ. പരമാത്മാ, പരാപരൻ, ആദിതേയൻ, അതിഥിയുടെ മകനാണ്. ജഗത് ആദിഭൂതൻ, ഈ ജഗത്തിൽ ആദ്യമുണ്ടായ പ്രകാശസ്വരൂപൻ. ശിവൻ. ഖേദവിനാശനൻ, ദുഃഖത്തെ ഇല്ലാതാക്കുന്നവൻ. കേവലാത്മാ, കൈവല്യസ്വരൂപമായിരിക്കുന്ന ആത്മസ്വരൂപം. ബിന്ദുനാദാത്മകൻ, ബിന്ദുനാദം, പ്രണവമന്ത്രം, ആ നാദത്തോടുകൂടിയവൻ. നാരദാദി നിഷേവിതൻ, നാരദമുനിയാൽ, നാരദൻ തുടങ്ങിയ മുനിമാരാൽ എന്നും സേവിക്കപ്പെടുന്നവൻ.
ജ്ഞാനസ്വരൂപൻ, അതുകൊണ്ട് തന്നെ അജ്ഞാന വിനാശനൻ. അജ്ഞാനത്തെ നശിപ്പിക്കാൻ ജ്ഞാനമുള്ള ഒരാൾക്കേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ആ ആദിത്യദേവനെ ധ്യാനിച്ചുകൊള്ളുക നീ. നിത്യമിദ്ദേവനെ സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക. ഇത് അഗസ്ത്യ മഹർഷി ഉപദേശിക്കുകയാണ്. ഇനി ആദിത്യ ഹൃദയ മന്ത്രം, അതിനെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ഈ മന്ത്രം ജപിക്കേണ്ടത് എന്തിനു വേണ്ടി, എന്തുകൊണ്ട് ഈ മന്ത്രം ജപിക്കണം എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ മന്ത്രം എന്താണ് എന്ന് പറയുന്നു. സന്താപനാശകരായ നമോ നമഃ. സൂര്യനെ സന്താപം, നമ്മുടെ ദുഃഖത്തെ നശിപ്പിക്കുന്നവനായിട്ട് പറയുകയാണ്. എല്ലാ ദുഃഖങ്ങളും നശിപ്പിക്കുന്നവനായ ആ സൂര്യദേവനായിക്കൊണ്ട് നമസ്കാരം. അന്ധകാര അന്തകരായ നമോ നമ. അന്ധകാരത്തെ, ഇരുട്ടിനെ, അന്തകരൻ, അതിനെ ഇല്ലാതാക്കുന്ന ആ സൂര്യഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ചിന്താമണേ, ചിന്താമണി എന്ന് പറഞ്ഞിട്ടൊരു രത്നമുണ്ട്. ആ ചിന്താമണിയോട് ഏത് ലോഹം ചേർന്നാലും അത് സ്വർണമായി തീരും എന്നാണ് പറയുന്നത്. അത് വിശിഷ്ടമായി തീരും എന്ന്. അതുപോലെയാണ് സൂര്യൻ. അതാണ് ചിന്താമണേ. ചിദാനന്ദായ, ബോധസ്വരൂപമായിരിക്കുന്ന, അതുകൊണ്ട് തന്നെ ആനന്ദസ്വരൂപനായിട്ടുള്ള തേ നമഃ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. നീഹാരനാശകരായ നമോ നമഃ. നീഹാരം മഞ്ഞ്, മഞ്ഞിനെയും മായയുടെ പ്രതീകമായിട്ട് പറയും. അങ്ങനെ മായയുടെ പ്രതീകമായ മഞ്ഞിനെ നശിപ്പിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം. മോഹവിനാശകരായ നമോ നമഃ. നമ്മുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന മോഹത്തെ ഇല്ലാതാക്കുന്നവൻ, അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ശാന്തായ, ശാന്തസ്വരൂപനാണ്, അതേസമയം രൗദ്രനാണ്, രുദ്ര സ്വഭാവമുള്ളവനാണ്. രൗദ്രായ, സൗമ്യനാണ്, സൗമ്യായ, എന്നാൽ ഘോരായ. ഇങ്ങനെ സാഹചര്യം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് സൗമ്യനും ഘോരനും ഒക്കെ ആയിത്തീരുന്നവനാണ്. കാന്തിമതാം കാന്തിരൂപായ. ഇവിടെ ജ്വലിക്കുന്ന, കാന്തിയുള്ള എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിൽ നിന്നൊക്കെ അതിനേക്കാളും കാന്തിരൂപത്തോടുകൂടിയ അങ്ങേക്ക് നമസ്കാരം. സ്ഥാവര ജംഗമ ആചാര്യായ തേ നമഃ. സ്ഥാവരം, സ്ഥിരമായി നിൽക്കുന്ന, ചലിക്കാത്ത, ജംഗമം, ചലിക്കുന്ന, ഇങ്ങനെ ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാ വസ്തുക്കൾക്കും ആചാര്യനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. ദേവായ, പ്രഭയുള്ളവനായിട്ടുള്ള, ദിവ് എന്നാൽ വെളിച്ചം, പ്രകാശം എന്നൊക്കെ അർത്ഥം. പ്രകാശസ്വരൂപനായിട്ടുള്ള, വിശ്വൈക സാക്ഷിണേ, ഈ വിശ്വത്തിന് മുഴുവൻ സാക്ഷിയായിട്ടുള്ള തേ നമഃ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. സത്വപ്രധാനായ, സത്വഗുണപ്രധാനനായിരിക്കുന്ന, തത്വായ, താത്വികമായ ആ പരബ്രഹ്മം തന്നെയായിരിക്കുന്ന തേ നമഃ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. സത്യസ്വരൂപായ, അങ്ങ് സത്യസ്വരൂപനാണ്, നിത്യനാണ്, അങ്ങനെയുള്ള അങ്ങേക്ക് നമോ നമഃ. ഒരു മന്ത്രമായിട്ട് നിത്യവും ജപിക്കേണ്ടവർക്ക് സന്താപനാശകരായ മുതൽ സത്യസ്വരൂപായ നിത്യം നമോ നമഃ ഇതുവരെയാണ് ജപിക്കേണ്ടത്. ഇങ്ങനെ മന്ത്രം ഉപദേശിച്ചു കൊടുത്തിട്ട് ഇത്തം ആദിത്യഹൃദയം, ഈ ആദിത്യഹൃദയ മന്ത്രം ജപിച്ച് ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. വളരെ പെട്ടെന്ന് നീ നിന്റെ ശത്രുവായിട്ടുള്ള രാവണനെ വധിക്കുക. ചിത്തം തെളിഞ്ഞ് അഗസ്ത്യോക്തി കേട്ട് എത്രയും ഭക്തി വർദ്ധിച്ചു. അങ്ങനെ തനിക്ക് ഒരു പുതുജീവൻ വന്നതുപോലെ ചിത്തം തെളിഞ്ഞു അഗസ്ത്യ മഹർഷിയുടെ ഈ വാക്കുകൾ കേട്ട് എത്രയും ഭക്തി വർദ്ധിച്ചു. ഇവിടെ അഗസ്ത്യ മഹർഷിയോടുള്ള ഭക്തി എന്നും എടുക്കാം, ആദിത്യനോടുള്ള ഭക്തിയും വർദ്ധിച്ചു. അങ്ങനെ അഗസ്ത്യ മഹർഷിയെ കാകുസ്ഥനും കൂപ്പിനാൻ. ശ്രീരാമചന്ദ്രനും കൈകൂപ്പി നിന്നു. പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാധര ഉപാന്തേ. അങ്ങനെ ഒരു വിമാനത്തിലാണ് വന്നത്, തിരിച്ച് വിമാനത്തിലേറി ആ മഹാമുനി അഗസ്ത്യ മഹർഷി ചെന്നു വീണാധര ഉപാന്തേ, വീണാധരനായിരിക്കുന്ന നാരദ മഹർഷിയുടെ അടുത്ത് ചെന്ന് അവിടെ ആകാശദേശത്ത്
ഈ യുദ്ധം കാണാൻ വീണ്ടും അവിടെ നിന്നു. അതാണ് മരുവിനാൻ, അവിടെ പോയി നിന്നു. ഓം ശ്രീരാമചന്ദ്രായ നമഃ.